പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ കേട്ടോ. 8 മാർക്കിനാണ് ഈ ക്വസ്റ്റൻ ചോദിക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ജസ്റ്റ് ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു 6+ മാർക്സ് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം വളരെ ഈസിയാണ്. അതിന്റെ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി 2 മാർക്ക് നിങ്ങൾ അത് നന്നായിട്ട് എങ്ങനെ എഴുതുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജിനെ പരിഗണിച്ചിരിക്കും കേട്ടോ. സോ നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണ് ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ റെസ്യൂമേ എഴുതുന്നത്. ഇനി കുറെ പേർക്ക് ഡൗട്ട് ഉള്ളതാണ്, മിസ് ഈ റെസ്യൂമേയും CV-യും ഒന്ന് തന്നെയാണോ? അതെ, റെസ്യൂമേയും CV-യും ഒന്ന് തന്നെയാണ് കേട്ടോ. കരിക്കുലം വീറ്റേനാണ് നമ്മൾ റെസ്യൂമേ അല്ലെങ്കിൽ CV എന്ന് പറയുന്നത്. ഇനി ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന് വേറൊരു പേരും കൂടെ പറയാറുണ്ട്, കവർ ലെറ്റർ കേട്ടോ. കവർ ലെറ്റർ എന്നും പറയാറുണ്ട്. സോ നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കവർ ലെറ്റർ ആണ് എഴുതേണ്ടത്. കവർ ലെറ്റർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഏറ്റവും മേലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു നമ്മുടെ അഡ്രസ്സ്, അതാണ് ആരാണോ അങ്ങോട്ടേക്ക് ലെറ്റർ അയക്കുന്നത് അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കന്റ് ആരാണോ അയാളുടെ അഡ്രസ് ആണ് ഏറ്റവും മേലെ എഴുതുന്നത്. അതിനുശേഷം താഴെ നമ്മൾ ഡേറ്റ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ജോബ് ആപ്ലിക്കന്റ് അഡ്രസ് എഴുതുക, ദെൻ ഇതിനിടയ്ക്ക് ഒരു ഡേറ്റ് എഴുതണം. ഓക്കെ, അത് ഇവിടെ വിട്ടുവിട്ടുണ്ട്. സോ ഡേറ്റ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് നമ്മൾ ആർക്കാണ് ആ ഒരു ലെറ്റർ നമ്മൾ അയക്കുന്നത് അല്ലെ, അത് മേ ബി HR ആയിരിക്കാം. മിക്കവാറും ഇപ്പൊ എല്ലാവരും HR മാനേജറിന്റെ പേരാണ് വെക്കാറ് കേട്ടോ. സോ ടു ദ HR മാനേജർ അല്ലെങ്കിൽ ടു ദ മാനേജർ, കമ്പനിയുടെ പേര്, സിറ്റി, ഇത്രയും ഡീറ്റെയിൽസ്. സോ അഡ്രസ്, ഡേറ്റ്, സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, റിസീവിംഗ് അഡ്രസ്, ഇത്രയും കാര്യങ്ങൾ മേലെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാല്യൂട്ടേഷൻ കൊടുക്കണം. ഇതിനെയാണ് സർ ഓർ മാം എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയടാ, സാല്യൂട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, സാല്യൂട്ടേഷൻ അല്ലെങ്കിൽ അഭിസംബോധന. അതിനുശേഷം താഴെ നമ്മൾ സബ്ജക്ട് എഴുതണം. സബ്ജക്ട് നമ്മൾ എല്ലാ ഫോർമൽ ലെറ്റേഴ്സിനും സബ്ജക്ട് എഴുതാറുണ്ടല്ലേ, കാരണം ആ ലെറ്റർ എന്തിനെ കുറിച്ചാണെന്നുള്ളതിനെ വളരെ ചെറിയ ബ്രീഫ് ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ സബ്ജക്ട് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് ഏതൊരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആണെങ്കിലും ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നിട്ട് ജോബ് ടൈറ്റിൽ. അതായത് ഇപ്പോൾ ഒരു വോളണ്ടിയർ ആണെങ്കിൽ വോളണ്ടിയറിന്റെ, അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ ജോബ് ആണെങ്കിൽ ടീച്ചർ. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നിട്ട് എന്താണോ നിങ്ങളടുത്ത് പറഞ്ഞ ജോബ് ടൈറ്റിൽ അത് അവിടെ എഴുതാം. ദെൻ ഇനി നമ്മുടെ ലെറ്റർ വളരെ ബ്രീഫ് ആയിരിക്കണം. ഒരുപാട് നീട്ടി വലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ബ്രീഫ് ആയിരിക്കണം. അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു അഡ്വർടൈസ്മെന്റ് എങ്ങനെ അറിഞ്ഞു, അത് മിക്കവാറും ഒരു ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടായിരിക്കും ഈ ഒരു അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ജോബ് പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുക. സോ ആ കാര്യം ആദ്യം മെൻഷൻ ചെയ്യണം. ദെൻ നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയണം. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ സ്കിൽസ് ഉണ്ടെങ്കിൽ ആ സ്കിൽസിനെ കുറിച്ച് പറയണം. ആൻഡ് ഫൈനലി അതിന്റെ എൻഡിലേക്ക് എന്താണ്, ഞാൻ എൻ്റെ CV ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, സോ അതും കൂടെ ഒന്ന് നോക്കണം എന്ന് കൂടെ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ആ ലെറ്റർ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇത് നിങ്ങൾക്ക് ഏതൊരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിലും എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ കവർ ലെറ്ററിലും എഴുതാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ആണ് കേട്ടോ. നോക്കി, ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. കണ്ടോ, ആ ന്യൂസ് പേപ്പറിന്റെ പേരും വേണം നിങ്ങൾക്ക് കൊടുക്കാം. ഇൻ ദ ന്യൂസ് പേപ്പർ ഹിന്ദു ഡേറ്റഡ് ഓൺ, അതായത് ഇന്ന ഡേറ്റിലുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഐ വിഷ് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്താണോ ജോബ് വേക്കൻസി അല്ലെങ്കിൽ ആ ടൈറ്റിൽ എന്താണോ അതവിടെ കൊടുക്കുക, ഇൻ യുവർ കമ്പനി. ദെൻ ഐ ഹാവ് ദ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഫോർ ദിസ് റോൾ. അതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ടീച്ചിങ്ങിന്റെ ജോബ് ആണെങ്കിൽ നമുക്ക് അറിയാലോ ഒരു B.Ed ഒക്കെ അത്യാവശ്യമാണ്. സോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് അത് എഴുതാം. ഇനിയിപ്പോൾ അതല്ല എന്നാണെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഐ ഹാവ് ദ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഫോർ ദിസ് റോൾ. ഐ ആം എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പൊ നമ്മുടെ സ്കില്ലുകളെ കുറിച്ച് പറയാം അല്ലേ. ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്. ഇഫ് ഐ ആം സിലക്ടഡ് ഐ പ്രോമിസ് ടു ഡു മൈ ബെസ്റ്റ് ഫോർ യുവർ ഓർഗനൈസേഷൻ. നിങ്ങളുടെ ഓർഗനൈസേഷന് വേണ്ടി ഞാൻ നല്ലത് ചെയ്യുന്നു പറയാണ്. ദെൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, മൈ CV ഇസ് അറ്റാച്ച്ഡ് ഫോർ യുവർ റെഫറൻസ്. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് അല്ലേ, CV നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ആ റെസ്യൂമേ നോക്കിയിട്ടാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസിനും ഡീറ്റെയിൽ ആയിട്ട് അതിനകത്താണ് കൊടുക്കുന്നത് കേട്ടോ. സോ അത് നമ്മൾ അവിടെ താഴെ എഴുതാം. ദെൻ ലാസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. കോംപ്ലിമെന്ററി ക്ലോസ് എന്താണ്, യോർസ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ ആൻഡ് യുവർ നെയിം. ഇതാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൽ വേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ CV അല്ലെ, നമ്മുടെ റെസ്യൂമേ അല്ലെങ്കിൽ CV-യിൽ എന്തൊക്കെ ടൈറ്റിൽസ് വേണം എന്നുള്ളത് പഠിച്ചു വെച്ച് പോയിക്കോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എക്സാം ഹോളിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതിനനുസരിച്ച് മാറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിനെ ടൈലർ ചെയ്ത് എഴുതുക കേട്ടോ. സോ നോക്കിയിടാം. നെയിം ആദ്യം നമ്മുടെ പേര് കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, കോൺടാക്ട്, അതായത് ബേസിക് ആയിട്ടുള്ള നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മുടെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ, മെയിൽ ID, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് കൊടുക്കാം. സോ ഫസ്റ്റ് കാര്യം എന്താണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്. എന്താ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ആ ഒബ്ജക്റ്റീവിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ടു വർക്ക് ഹാർഡ് ഇൻ എ ഗുഡ് കമ്പനി ആൻഡ് ഇംപ്രൂവ് മൈ പ്രൊഫഷണൽ സ്കിൽസ്. നിങ്ങൾക്ക് ഒന്നും എഴുതാൻ കിട്ടിയിട്ടില്ല,
ശരിക്കും ഒരു ജോബിനനുസരിച്ച് ഇപ്പൊ നിങ്ങളൊരു ടെക്നിക്കൽ ജോബ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ എഴുതണം. ടീച്ചിങ് ജോബ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ് എഴുതണം. സോ ഒബ്ജക്റ്റീവിനും ചെറിയ രീതിക്കൊന്നും വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം വരുത്താം. പക്ഷെ ഒന്നും എഴുതാൻ അറിയില്ല എന്നാണെങ്കിൽ ഒബ്ജക്റ്റീവ് ജസ്റ്റ് ഇതെങ്കിലും നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ടു വർക്ക് ഹാർഡ് ഇൻ എ ഗുഡ് കമ്പനി ആൻഡ് ഇംപ്രൂവ് മൈ പ്രൊഫഷണൽ സ്കിൽസ് എന്നതിന്റെ ശേഷം താഴെ നമ്മൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയണം. സോ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, രണ്ടാമത്തതായിട്ട് ഒബ്ജക്റ്റീവ്സ്, മൂന്നാമത്തത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണ്. അത് നമ്മൾ എപ്പോഴും എഴുതുമ്പം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതായത് ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം പഠിച്ച നമ്മുടെ കോഴ്സ് ഏതാണോ അത് വേണം ആദ്യം എഴുതാൻ. ചിലർ തെറ്റിച്ചെഴുതുന്നതാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പോകും കേട്ടോ. നമുക്ക് ഇപ്പം 10th പഠിച്ചിട്ടുണ്ടാവും, +2 പഠിച്ചിട്ടുണ്ടാവും, ദെൻ BA പഠിച്ചിട്ടുണ്ടാവും, MA പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ചില ആൾക്കാർ ഇത് ആദ്യം ഞാൻ പഠിച്ച കോഴ്സ് 10th ആണെന്ന് പറഞ്ഞാൽ ആദ്യം മേലെ 10th എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത്. റിവേഴ്സ് ഓർഡറിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് കേട്ടോ. റിസന്റ് ആയിട്ടുള്ള പോസ്റ്റ് അല്ലെങ്കിൽ റിസന്റ് ആയിട്ട് നമ്മൾ പഠിച്ച കോഴ്സ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ വേണം എഴുതാൻ. സോ നമ്മൾ എന്താണ് MA അല്ലെ, പിന്നെ BA, +2, SSLC ഇങ്ങനെ വേണം എഴുതാൻ. ഇനി ഇതിന് ഇങ്ങനെ അല്ലാണ്ട് വേറൊരു വഴിയും കൂടി ഉണ്ട് എഴുതാനായിട്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, നമുക്കുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് നമുക്ക് എഴുതാം. സോ നിങ്ങൾക്ക് അത് രണ്ടും കറക്റ്റ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും റിസന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഇപ്പൊ സപ്പോസ് ഒരാള് MA പഠിച്ചിട്ടുണ്ട്, B.Ed ഉണ്ട്, ദെൻ BA ഉണ്ട്. ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. കാരണം എന്താണ്, MA മാസ്റ്റേഴ്സ് ആണ് അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. അതിനുശേഷം BA വരുമോ മിസ്സേ? അല്ല, BA-നെക്കാളും മേലെയാണ് B.Ed. കാരണം നമ്മൾ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് B.Ed ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ B.Ed ചെയ്യാൻ വേണ്ടി കഴിയുക. സോ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MA കഴിഞ്ഞ് നെക്സ്റ്റ് B.Ed, പിന്നെ BA, +2, SLC അങ്ങനെ എഴുതാം. അതല്ലാന്നാണെങ്കിൽ റിസന്റ് ആയിട്ട് ഏറ്റവും അവസാനം പഠിച്ച കോഴ്സ് ഏതാണോ അത് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ദെൻ അതിനുശേഷം നെക്സ്റ്റ് എക്സ്പീരിയൻസിന്റെ കാര്യം പറയുമ്പോഴും നമ്മൾ കറന്റ്ലി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരു ഫ്രഷർ ആണെന്ന് വിചാരിക്കാം, അങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഇനിയിപ്പോൾ അതല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ വർക്ക് ചെയ്യുന്ന ജോലി എന്താണോ അത് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വർക്ക് ചെയ്ത ജോലി എന്താണോ അത് വേണം ഏറ്റവും മേലെ കൊടുക്കാനായിട്ട് കേട്ടോ. ദെൻ സ്കിൽസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ AI-നെ കുറിച്ച് എഴുതാം അല്ലെ. AI-നെ കുറിച്ച് സ്കിൽസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ്, MS ഓഫീസ് അറിയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എക്സൽ ഷീറ്റ്സിനെ കുറിച്ച് അറിയാം. സോ അതൊക്കെ നമ്മുടെ സ്കിൽസ് ആയിട്ട് പറയാം. പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല ടീം ലീഡർ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ദെൻ ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, അതിനാണ് ലാംഗ്വേജസ് നോൺ എന്ന് പറയാം, അറിയാവുന്ന ഭാഷകൾ അത് കൊടുക്കാം. ദെൻ ലാസ്റ്റ്, ഇതും എല്ലാവരും വിട്ടുപോകുന്ന കാര്യമാണ് കേട്ടോ. സോ എക്സ്പീരിയൻസും സ്കില്ലും കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ട എന്താണ്, ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്, I hereby declare that the above details are true. അത് അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കാം കേട്ടോ. അതായത് ഞാൻ മേലെ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും സത്യമായിട്ടുള്ളതാണെന്ന് നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഫൈനലി നമ്മുടെ പ്ലേസും ഡേറ്റും സൈനും ഇടുക. ഇതാണ് ഒരു CV-ന്റെ ഫോർമാറ്റ്. ഇനി ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ടുള്ള CV ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ 2-3 പോയിന്റ്സ് കൂടെ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ബോക്സസിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അത് നിങ്ങൾ എഴുതുമ്പോൾ അതിന് ജസ്റ്റ് ഒരു ബോക്സിലാക്കി വെച്ചേക്കുക. അപ്പൊ നമ്മുടെ CV കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും കാണാനായിട്ട്. ദെൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ടീച്ചിങ് ജോബിനാണെങ്കിൽ നമുക്ക് അവിടെ MA B.Ed ഒക്കെയാണ് വേണ്ടത്. പക്ഷെ ഒരു അക്കൗണ്ടന്റ് ആയിട്ടുള്ള ജോബിന് നമുക്ക് അവിടെ BCom ആയിരിക്കും ആവശ്യം ഉണ്ടാവുക. ഒരു എഞ്ചിനീയറിംഗ് ജോബ് ആണെങ്കിൽ അവിടെ BTech ആയിരിക്കും ആവശ്യം ഉണ്ടാവുക. സോ ഈ കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക. ദെൻ കണ്ടോ, അപ്പൊ അക്കൗണ്ടന്റ് ആണെങ്കിൽ BCom-നെ കുറിച്ച് പറയാം. ഇനിയിപ്പോൾ അതല്ല ഓഫീസ് സ്റ്റാഫ് ആണെന്നെങ്കിൽ എനി ഡിഗ്രി ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സ്, ഈ കാര്യങ്ങളാണ് വേണ്ടത് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നെക്സ്റ്റ്, ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ ഞാൻ കാണിച്ചു തരാം. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് നമ്മൾ കവറിംഗ് ലെറ്റർ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലെറ്ററിൽ ആദ്യം മേലെ അഡ്രസ്സ്, പിന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ആളുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ദെൻ സബ്ജക്ട് എന്താണ്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ. ദെൻ നമ്മളുടെ ലെറ്റർ ആണ് കേട്ടോ, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആണ്. ദിസ് ഇസ് ഇൻ റെസ്പോൺസ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്, നമുക്കല്ലേ എന്തിനാ അല്ലെങ്കിൽ എവിടെയാണ് ഇത് കണ്ടതെന്ന് വേണം ആദ്യം പറയാൻ. ദിസ് ഇസ് ഇൻ റെസ്പോൺസ് ടു അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഹിന്ദു ഡേറ്റഡ് 22 March 2026 ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ. ദെൻ ഹാവിംഗ് ഫോളോഡ് ദ ഇംപാക്ട്ഫുൾ വർക്ക് ഓഫ് ഓക്സ്ഫോർഡ് അക്കാഡമി ഫോർ ഇയേഴ്സ്. അതായത് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്കൂള് എത്രത്തോളം നമ്മൾ ഇംപ്രസ് ചെയ്തു എന്നുള്ള കാര്യം വേണമെങ്കിൽ പറയാം.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയണം. ഐ ആം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് BEd ഡിഗ്രി. നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല്, ഇവിടെ എക്സ്പീരിയൻസിനെ കുറിച്ചും പറഞ്ഞു. ദെൻ സ്കിൽസിനെ കുറിച്ചും പറയണം. എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് പ്രൊഫിഷ്യന്റ് ഇൻ യൂസിങ് ഡിജിറ്റൽ ടൂൾസ് ഫോർ എഡ്യൂക്കേഷൻ. നമ്മുടെ സ്കിൽസിനെ കുറിച്ചും പറഞ്ഞു. ദെൻ ഇനി എന്ത് ചെയ്യാണ്, എൻ്റെ റെസ്യൂമേ ഞാൻ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. സോ അതിനെ നിങ്ങൾക്ക് എൻക്ലോസ്ഡ് അല്ലെങ്കിൽ ഐ ഹാവ് അറ്റാച്ച്ഡ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ, ഐ ഹാവ് അറ്റാച്ച്ഡ് മൈ CV എന്നുള്ള രീതിക്കും പറയാം. പിന്നെ ഇന്റർവ്യൂവിന് ഞാൻ റെഡിയാണ്, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇനി ഇതാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. ഇനി നമുക്ക് CV അല്ലെങ്കിൽ റെസ്യൂമേ നോക്കിയാലോ. ഇതാ ഏറ്റവും മേലെ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ കോൺടാക്ട് ചെയ്യാനുള്ള വഴിയും കൊടുത്തിട്ടുണ്ട്, ലാംഗ്വേജസ് നോൺ അറിയാവുന്ന ഭാഷകൾ കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ഇതിന്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ, ഒബ്ജക്റ്റീവ് ആഡ് ചെയ്യണം. സോ ഇതിന്റെ ഒരു ഓർഡർ എങ്ങനെയാണ്, ആദ്യം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കും, കോൺടാക്ട്സ് കൊടുക്കും, പിന്നെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മേലെ ഏറ്റവും മേലെ തന്നെ കൊടുക്കാം ലാംഗ്വേജസ് നോൺ, അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉദ്ദേശം, ആ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ ഒരു രീതിക്കുള്ളതാണ് ഒബ്ജക്റ്റീവ് കൊടുക്കുന്നത്. പിന്നെ ഇതാ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ എഡ്യൂക്കേഷൻ കൊടുക്കണം, അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്കിൽസ്, പിന്നെ റെഫറൻസസ്. ഇത് അത്ര വലിയ നിർബന്ധമുള്ള കാര്യമല്ല. റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് ആ കമ്പനിക്ക് കൂടുതലായിട്ട് അന്വേഷിക്കണം എന്ന് വിചാരിക്കുക. സോ മേ ബി നമ്മൾ മുന്നേ വർക്ക് ചെയ്ത ഒരു സ്ഥലത്തുള്ള ഒരു ഹെഡിനെയോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥലത്തുള്ള ഹെഡിന്റെയോ ഒക്കെ നമ്പറാണ് അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ആണ് റെഫറൻസസ് കൊടുക്കുക, വിച്ച് ഇസ് നോട്ട് വെരി നെസസറി. കൊടുത്തു തീർച്ചും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതാ ലാസ്റ്റ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വിട്ടുപോകരുത്, ഡിക്ലറേഷൻ ഉള്ള സ്റ്റെപ്പ് വിട്ടുപോകരുത് കേട്ടോ. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് അബവ് ഇസ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാണ്, അത് എന്ത് ചെയ്യാണ്. സോ ഇത്രയേ ഉള്ളൂ ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ CV-നകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്കാണ് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.